ചോറ്റാനിക്കരയിൽ മർദ്ദനത്തിന് ഇരയായ പോക്സോ അതിജീവിത അബോധാവസ്ഥയിൽ കിടന്നത് 10 മണിക്കൂർ. കുട്ടിയുടെ ബന്ധു എത്തിയതോടെയാണ് വിവരം പുറത്തറിയുന്നത്. പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുന്ന ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. പ്രതി അനൂപിനെ പെൺകുട്ടിയുടെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നിപ്പോൾ. വിഷ്ണു, അതിക്രൂര മർദ്ദനമാണല്ലോ ഈ യുവതിക്ക് നേരിടേണ്ടി വന്നത്. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ വിഷ്ണു? ഉന്മേഷ്, ചുറ്റിയടക്കം ഉപയോഗിച്ച അനൂപ് പെൺകുട്ടിയെ മർദ്ദിച്ചു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ആ മർദ്ദിക്കാൻ ഉപയോഗിച്ച ചുറ്റികയും തെളിവെടുപ്പിനിലേക്ക് കണ്ടെത്തി. പെൺകുട്ടി അബോധാവസ്ഥയിൽ ആ മുറിക്കുള്ളിൽ കിടന്നത് 10-ലധികം മണിക്കൂറാണ്. 10 മുതൽ 15 മണിക്കൂർ വരെ എന്നാണ് കണക്ക് കൂട്ടുന്നത്. 7 മണിയോടുകൂടി അനൂപ് ആ വീട്ടിൽ നിന്ന് പുറത്തുപോയി. അത്രയും മണിക്കൂർ, അത് വൈകിട്ട് 4 മണിക്കാണ് ബന്ധു എത്തുന്നത്. ആ സമയ കാലയളവിൽ ആ പെൺകുട്ടി അവിടെ അബോധാവസ്ഥയിൽ കിടന്നു. വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. ഒരു പക്ഷേ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയത് തന്നെയായിരിക്കും കുട്ടിയുടെ ഗുരുതരാവസ്ഥയിൽ മാറ്റമില്ലാതെ ഇപ്പോഴും തുടരാനുള്ള പ്രധാനപ്പെട്ട കാര്യം. ആ വകുപ്പ് കൂടി അനൂപിനെതിരെ ചുമത്തും. അതായത് മെഡിക്കൽ എയ്ഡ് നൽകുന്നതിന് വിമുഖത കാട്ടി ആ വകുപ്പ് കൂടി അനൂപിനെതിരെ ചുമത്തുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് അനൂപിനെ വൈകിട്ടോടുകൂടി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ഉന്മേഷ്. വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.